ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാറ്റലൈറ്റ് സിസ്റ്റം ലിങ്ക് മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് സിസ്റ്റത്തിനകത്ത് മെയിനായിട്ട് 3 സെക്ഷൻസാണ് ഉള്ളത്. ഒന്നാമത്തത് അപ്പ് ലിങ്ക്, രണ്ടാമത്തത് സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ, മൂന്നാമത്തത് ഡൗൺ ലിങ്ക്. ഈ വീഡിയോയിൽ അപ്പ് ലിങ്ക് മോഡലാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അപ്പ് ലിങ്ക് മോഡലിൻ്റെ പ്രൈമറി കമ്പണൻ്റായിട്ട് അപ്പ് ലിങ്ക് സെക്ഷൻ്റെ പ്രൈമറി കമ്പണൻ്റായിട്ട് നമ്മൾ പറയുന്നത് എർത്ത് സ്റ്റേഷൻ ട്രാൻസ്മിറ്ററാണ്. നമ്മുടെ എർത്ത് സ്റ്റേഷനിലെ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ഈ പ്രൈമറി കമ്പണൻറ്റ് ഓഫ് അപ്പ് ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ എർത്ത് സ്റ്റേഷനിലെ ട്രാൻസ്മിറ്ററിൻ്റെ മെയിൻ പാർട്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു മോഡുലേറ്റർ ഉണ്ട്, ഒരു അപ്പ് കൺവേർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ഒരു ഫിൽറ്ററും ഉണ്ട്. IF മോഡുലേറ്ററാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി മോഡുലേറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പ് കൺവേർട്ടറിൽ വെച്ചിട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ RF ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്പ് കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് IF ടു RF മൈക്രോവേവ് അപ്പ് കൺവേർട്ടർ. ഒന്നാമത്തത് IF മോഡുലേറ്റർ, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി മോഡുലേറ്റർ. രണ്ടാമത്തത് IF ടു RF മൈക്രോവേവ് അപ്പ് കൺവേർട്ടർ. മൂന്നാമത്തെ സെക്ഷനാണ് ഹൈ പവർ ആംപ്ലിഫയർ. ഹൈ പവർ ആംപ്ലിഫയർ, നല്ല പവറിലോട്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയറാണ് മൂന്നാമത്തെ പാർട്ട്. അടുത്ത പാർട്ട് ഒരു ഫിൽറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു. ബാൻഡ് പാസ് ഫിൽറ്ററാണ്. ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് വെച്ചാൽ എന്താ, ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. അപ്പോൾ നമ്മുടെ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് അപ്പ് ലിങ്ക് മോഡൽ എന്ന് പറയുന്നത് എർത്ത് സ്റ്റേഷൻ ട്രാൻസ്മിറ്ററാന്ന് പറഞ്ഞു. ഈ ട്രാൻസ്മിറ്ററിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് IF മോഡുലേറ്റർ, IF ടു RF മൈക്രോവേവ് അപ്പ് കൺവേർട്ടർ, അതുപോലെ ഹൈ പവർ ആംപ്ലിഫയർ, ബാൻഡ് പാസ് ഫിൽറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്രം ഒന്ന് പരിശോധിക്കാം. സാറ്റലൈറ്റ് അപ്പ് ലിങ്ക് സെക്ഷൻ്റെ ഡയഗ്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ മെയിൻ 3 പാർട്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് നമ്മുടെ മോഡുലേറ്ററാണ്, രണ്ടാമത്തത് നമ്മുടെ അപ്പ് കൺവേർട്ടർ സെക്ഷനാണ്, മൂന്നാമത്തത് നമ്മുടെ ഹൈ പവർ ആംപ്ലിഫയർ ആണ്. അപ്പം ഒന്നാമത്തെ സെക്ഷൻ മോഡുലേറ്റർ, രണ്ടാമത്തത് അപ്പ് കൺവേർട്ടർ, മൂന്നാമത്തത് ആംപ്ലിഫയർ. മോഡുലേറ്റർ, അപ്പ് കൺവേർട്ടർ, ആംപ്ലിഫയർ, ഇങ്ങനെ 3 മെയിൻ സെക്ഷൻസാണ് ഉള്ളത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട നമ്മുടെ സിഗ്നൽ ഉണ്ടല്ലോ, നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മോഡുലേറ്ററിലോട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ FDM, PCM, TDM എന്ന് എഴുതിയിട്ടുണ്ട്. FDM-ലോ PCM-ലോ TDM-ലോ ഉള്ള നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലാണ് നമ്മൾ ഈ മോഡുലേറ്ററിലോട്ട് കൊടുക്കുന്നത്. FDM എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. നമ്മൾ മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ഏരിയയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. FDM എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലക്സിങ് നടത്തുന്നു. PCM എന്ന് വെച്ചാൽ പൾസ് കോഡ് മോഡുലേഷൻ. ഒന്നുകിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ്ഡ് ബേസ് ബാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പൾസ് കോഡ് മോഡുലേറ്റഡ് ബേസ് ബാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ്ഡ് ബേസ് ബാൻഡ് സിഗ്നൽ ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ബേസ് ബാൻഡ് സിഗ്നലായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ. ഈ മൂന്ന് രീതിയിലുള്ള ഏതെങ്കിലും ഒരു സിഗ്നലായിരിക്കും നമ്മൾ മോഡുലേറ്ററിലോട്ട് കൊടുക്കുന്നത്, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ. അത് മോഡുലേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മോഡുലേറ്ററിൽ ഏത് തരത്തിലൊക്കെ മോഡുലേറ്റ് ചെയ്യപ്പെടാം. മോഡുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുകയാണ്, വേരി ചെയ്യിക്കുകയാണ്. നമ്മുടെ ഒറിജിനൽ സിഗ്നൽ തന്നെയാണ്, അതിനെ മോഡുലേറ്റ് ചെയ്യിക്കുകയാണ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് വരുത്തുന്നു. അപ്പം മോഡുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ FM ക്യാരി ഔട്ട് ചെയ്യാം ഈ മോഡുലേറ്ററിൽ, അല്ലെങ്കിലോ PSK, ഇതൊരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ്. നമ്മൾ കീയിങ്സ് പഠിച്ചിട്ടുണ്ട്. ഇത് ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ്. അപ്പോൾ ഫേസിനെയാണ് നമ്മൾ ഇവിടെ മോഡുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് QAM കുറച്ച് ഡിഫറെൻ്റ്, നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ടേമാണ്. ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പം ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള മോഡുലേഷനാണ് ഈ ഒന്നുകിൽ FM, അല്ലെങ്കിൽ PSK, അല്ലെങ്കിൽ QAM ചെയ്യും ഈ മോഡുലേറ്റർ. നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലിനെ ഈ മൂന്നിലേതെങ്കിലും ഒരു മോഡുലേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബാൻഡ് പാസ് ഫിൽറ്ററിൽ കൂടെ കടത്തിവിടും. BPF, ബാൻഡ് പാസ് ഫിൽറ്റർ. ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനെ, ഏതെങ്കിലും ഒരു റീജിയനെ, അല്ലെങ്കിൽ റീജിയൻ ഓഫ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ മാത്രം പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, പല ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്. അപ്പം ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ
ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസീസിനെ മാത്രം പാസ് ചെയ്യും, ബാക്കി ഫ്രീക്വൻസീസിനെ ബ്ലോക്ക് ചെയ്യും. ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും, താഴെയുള്ള ഫ്രീക്വൻസീനെ ബ്ലോക്ക് ചെയ്യും. ഇവിടെ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഒരു ബാൻഡ് എടുക്കും നമ്മൾ, ആ ബാൻഡിലുള്ള ഫ്രീക്വൻസീനെ മാത്രമേ നമ്മൾ പാസ് ചെയ്യിക്കുള്ളൂ ഈ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാസ് ബാൻഡ് എന്ന് പറയും, ഇതിൻ്റെ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസിനെ പാസ് ബാൻഡ് എന്ന് പറയും. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്ററിൻ്റെ പാസ് ബാൻഡിലുള്ള ഫ്രീക്വൻസി മാത്രമാണ് ഇപ്പുറത്തെത്തുന്നത്. അത് ഏത് ഫ്രീക്വൻസി റേഞ്ചിലുള്ളതായിരിക്കും? IF ഫ്രീക്വൻസിയാണ്, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസാണ് ഇപ്പുറത്തെത്തുക. അത് എവിടത്തോട്ട് നമ്മൾ കൊടുക്കും? മിക്സറിലോട്ട് കൊടുക്കും. അപ്പോൾ മിക്സറും BPFും അല്ലെങ്കിൽ ബാൻഡ് പാസ് ഫിൽറ്ററും, ഇവിടെ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്, ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ബാൻഡ് പാസ് ഫിൽറ്ററും മിക്സറും ചേർന്നതാണ് നമ്മുടെ അപ്പ് കൺവേർട്ടർ. ആ ഒരു യൂണിറ്റ് ഇവിടെ നമ്മളൊരു മൈക്രോവേവ് ജനറേറ്ററും കൂടെ കൊടുക്കുന്നുണ്ട്. മിക്സറിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന നമ്മുടെ ഈ ബേസ് ബാൻഡിലുള്ള സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്തു ബാൻഡ് പാസ് ഫിൽറ്റർ കൂടെ കടത്തി വിട്ടിട്ടുള്ള സിഗ്നലിനെ നമ്മൾ മിക്സറിൽ കൂടെ കൊടുക്കും. ഈ സിഗ്നലും അതുപോലെ ഈ മൈക്രോവേവ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് കൊടുത്തിട്ടുണ്ട് 6 GHz മുതൽ 14 GHz വരെ. ഇതിലേതെങ്കിലും ഒരു ഫ്രീക്വൻസി ആയിരിക്കും നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയും ഇത് റേഡിയോ ഫ്രീക്വൻസിയിലുള്ള വേവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെയും റേഡിയോ വേവ് ഫ്രീക്വൻസിനെ ഈ മിക്സറിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഒരു വേവ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി റേഞ്ചിന് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ കൊടുക്കും. അതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? നമ്മൾ ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പവറാണ് കൂട്ടുന്നത്. ഹൈ പവർ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിച്ച് ഈ സിഗ്നലിൻ്റെ പവർ കൂട്ടിക്കൊണ്ട് നമ്മൾ എവിടത്തോട്ട് കൊടുക്കും? നമ്മുടെ സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടറിൻ്റെ അകത്തോട്ട്, അതായത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, നമ്മുടെ അപ്ലിങ്കാണ് നമ്മൾ പറഞ്ഞത്. അപ്ലിങ്ക് സെക്ഷനിൽ നിന്ന് സെക്കൻഡ് സെക്ഷൻ്റെ അകത്തോട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഡയഗ്രത്തിനകത്ത് മെയിനായിട്ട് 3 പാർട്സാണുള്ളത്. മോഡുലേറ്റർ, അതുപോലെ അപ്പ് കൺവേർട്ടർ, മൂന്നാമത്തത് ഹൈ പവർ ആംപ്ലിഫയർ. മോഡുലേറ്റർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? നമ്മുടെ ബേസ് ബാൻഡിനെ മോഡുലേറ്റ് ചെയ്യും. അതിൽ ഈ 3 ഒന്നുകിൽ ഫ്രീക്വൻസി ആവാം, അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് ക്യാരി ഔട്ട് ചെയ്യും. എന്നിട്ട് നേരെ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ കൂടെ നമ്മുടെ അപ്പ് കൺവേർട്ടർ സെക്ഷനിലോട്ട് കൊടുക്കും. അത് IFനെ RF ലോട്ടാക്കി മാറ്റും. അതായത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയിലോട്ടാക്കി മാറ്റും. അത് നമ്മൾ ഒരു ഹൈ പവർ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്ത് ട്രാൻസ്പോണ്ടറിനകത്തോട്ട് കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇനി നമുക്ക് ഈ 3 പാർട്സും ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഫോമാക്കി എഴുതിയതാണ്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് ഷോർട്ടാക്കി എഴുതിയതാണ്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു IF മോഡുലേറ്ററാണ് മെയിൻ പാർട്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ട് ബേസ് ബാൻഡ് സിഗ്നലിനെ എന്താക്കി മാറ്റും? FM, PSK അല്ലെങ്കിൽ QAM ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആക്കി മാറ്റും. FM എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആണ്. PSK ഫേസ് ഷിഫ്റ്റ് കീഡാണ്. QAM എന്ന് വെച്ചാൽ ക്വാഡ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. ഈ 3 ഏതെങ്കിലും ഒരു മോഡുലേഷൻ നടത്തിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. IF മോഡുലേറ്റർ എന്ന് അതുകൊണ്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ട് IF ആണ്, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. ഇനി അടുത്ത ആളാണ് അപ്പ് കൺവേർട്ടർ. അപ്പ് കൺവേർട്ടറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു 2 മെയിൻ പാർട്സാണുള്ളത്. ഒന്ന് മിക്സറും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ബാൻഡ് പാസ് ഫിൽറ്ററും. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ അപ്പ് കൺവേർട്ടർ. ഇത് കൂടാണ്ട് നമ്മുടെ മിക്സറും കൂടെ ഉണ്ട്. മൈക്രോവേവ് റീജിയനിൽ മൈക്രോവേവ് ജനറേറ്റർ അതും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ അപ്പ് കൺവേർട്ടർ എന്ത് ചെയ്യുന്നു? ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലുള്ള നമ്മൾ ഇവിടുന്ന് കിട്ടിയ സാധനത്തിനെയാണ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് രണ്ടാമത്തെ സെക്ഷൻ്റെ ഇൻപുട്ട്. അതാണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിൽ ഇതിലെ സിഗ്നൽ ഇവിടെ കൊടുത്തു. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താക്കി മാറ്റും? ഈ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ അപ്രോപ്രിയേറ്റ് RF കാരിയർ ഫ്രീക്വൻസി ആക്കിയിട്ട് മാറ്റും. IF റേഞ്ചിലുള്ള ഫ്രീക്വൻസീനെ നമ്മൾ എന്താക്കും? റേഡിയോ ഫ്രീക്വൻസി ആക്കി മാറ്റും. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ റേഡിയോ ഫ്രീക്വൻസി ആക്കി മാറ്റി. അതെന്താണ്? നമ്മുടെ കാരിയർ ഫ്രീക്വൻസി ആണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാരിയർ ഫ്രീക്വൻസി ആക്കി മാറ്റും. ഇനി മൂന്നാമത്തെ ആളാണ് ആര്? HPA. എന്താണ് ഫുൾ ഫോം പറഞ്ഞത്? ഹൈ പവർ ആംപ്ലിഫയർ. ഈ ഹൈ പവർ ആംപ്ലിഫയറിലോട്ട് മാറ്റിയതിന് ശേഷം ഈ ഹൈ പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യും? പ്രൊവൈഡ് അഡ്യൂക്കേറ്റ് ഇൻപുട്ട് സെൻസിറ്റിവിറ്റി ആൻഡ് പവർ ടു പ്രൊപ്പഗേറ്റ് സിഗ്നൽ ടു സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ. നമുക്കറിയാം ആംപ്ലിഫയർ മെയിനായിട്ടും ഇതിനെ ആംപ്ലിഫൈ നമ്മുടെ സിഗ്നലിനെ ഇതിൻ്റെ ഈ ഒരു
RF റീജിയനിലുള്ള സിഗ്നലിനെയാണ് ഈ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുക. ആ സിഗ്നലിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് സെൻസിറ്റിവിറ്റിയും കൊടുക്കുന്നു. പ്രൊവൈഡ് അഡിക്വേറ്റ് ഇൻപുട്ട് സെൻസിറ്റിവിറ്റി. ഇതാണ് 2 മെയിൻ പോയിൻറ്റ്സ്. അഡിക്വേറ്റ് ഇൻപുട്ട് സെൻസിറ്റിവിറ്റി ആൻഡ് പവർ ടു പ്രൊപ്പഗേറ്റ് സിഗ്നൽ ടു സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ. സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടറിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അഡിക്വേറ്റ് ഇൻപുട്ട് സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ പവറും നമ്മുടെ സിഗ്നലിന് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കിയത് നമ്മുടെ അപ്ലിങ്ക് സെക്ഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സും അതിൻ്റെ ഫങ്ഷൻസുമാണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.